ഐഫോണ് ഇങ്ങനെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4500 മുതലാണല്ലോ. ഇത് ഏതാണ് 4? ആൻഡ്രോയിഡിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സംതിങ്ങിൻ്റെ ഉണ്ട്. 3 സംതിങ്ങില്ലേ കറോട് കൂടിയുള്ള മോഡലുണ്ടോ? ഇതിന് എത്ര റേറ്റ് തന്നെ? അത് 5600 വരുന്നുള്ളൂ ഈ ഐഫോണിനൊക്കെ ഇറങ്ങുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് നമ്മളെ തിരൂർ ഗൾഫ് മാർക്കറ്റ്, മൊബൈൽ മാർക്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന മാർക്കറ്റിലേക്കാണ്. അവിടെയെന്ന് പറഞ്ഞാൽ നമ്മളെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണെങ്കിലും മൊബൈൽ ഫോണുകളാണെങ്കിലും എല്ലാം തന്നെ വളരെ വിലക്കുറവിൽ കിട്ടുന്നൊരു മാർക്കറ്റാണ്. ഇന്ന് സാധാരണ വെള്ളിയാഴ്ച മാർക്കറ്റേക്കാണ്. ഇന്ന് വെള്ളിയാഴ്ച അല്ല, അപ്പം സാധാരണ ഷോപ്പുകളൊക്കെ ഇന്ന് ഓപ്പൺ ആയിരിക്കും. അവിടെ ചെന്നിട്ട് നമുക്ക് മൊബൈലിൻ്റെയും മറ്റ് എല്ലാ ഇലക്ട്രോണിക് സാധനത്തിൻ്റെയും റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി എല്ലാവരേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് തിരൂർ ഗൾഫ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതാ തിരൂർ കോയിന്നൂർ മാലിൻ്റെ ഉള്ളിലുള്ള ഒരു കുഞ്ഞാവാസ് മൊബൈൽസ് പറഞ്ഞൊരു ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഒരുപാട് ഇവിടങ്ങളെ പുതിയ കളക്ഷൻസൊക്കെ ഈ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷോപ്പിലത്തെ റേറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചു നോക്കട്ടോ. പുതിയതായിട്ട് വന്ന മോഡൽസ് ആണല്ലോ ഇപ്പോൾ ഇതൊക്കെ അല്ലേ? ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള മോഡൽ ഇപ്പോൾ ഏതാ? ഐഫോണില്ലേ? ഐഫോണ് ഇങ്ങനെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4500 മുതലാണല്ലോ. ഇത് ഏതാണ് 4500 കാണിക്കാൻ പറ്റുമോ? 6S ആ ബാറ്ററി ഹെൽത്തൊക്കെ എത്ര ഉണ്ടാവും? 100 കാര്യങ്ങളോട് കൂടിയുള്ള ആണല്ലേ. ഇതൊന്നിപ്പോൾ ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ചെക്കിങ് വാറൻറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കൂലേ? അതൊക്കെ ഉണ്ടാവില്ലേ? ബാറ്ററി ഹെൽത്ത് എത്ര തന്നെ? 97 ഉണ്ടല്ലേ. ഇതാണ് ഇപ്പോൾ 4500 സാധനമല്ലേ? ഇതിപ്പോൾ ഏതാണ്? 6S അല്ലേ? 100 ആ 100% ബാറ്ററി ഹെൽത്തുള്ള C1 ലൈറ്റ് യൂസിങ്ങിലെ വെച്ച് മോഡലിട്ടെ കയ്യിൽ ഒതുങ്ങുന്ന നെറ്റ് ഇതൊക്കെ. ഇതിൻ്റെ എത്ര ബാറ്ററി ഹെൽത്ത് വരും? 100 തന്നെ വരില്ലേ? ബാറ്ററി ചേഞ്ച് ആണല്ലേ. റേറ്റ് എന്നിട്ട് എത്ര? റേറ്റ് എന്നിട്ട് 3.5 അല്ലേ? പിന്നെ കണ്ടില്ലേ 3000 രൂപ വരുന്നുള്ളൂ കേട്ടോ. കണ്ടോ 3000 രൂപ വരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു സെറ്റിന് നോക്കുകയാണെങ്കിൽ ഇതും 100 തന്നെയാണല്ലേ. പിന്നെ ഈ ഒരുപാട് ഐഫോണിൻ്റെ കാര്യങ്ങൾ വന്നിട്ട് ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. ബോസ് പീസ് ഇതൊക്കെ ലൈറ്റ് യൂസറാണത്. യൂസറാണല്ലേ? അത് ലൈറ്റ് യൂസിങ്ങിൽ വന്നിട്ടുണ്ട്. ഇത് 15 ഇത് 15 തന്നെയല്ലേ? 14 13 ഇതിൻ്റെ റേറ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. 56 42 38 21 ഇതിനാണെങ്കിൽ നോക്കുകയാണെങ്കിൽ 20 റുപ്യന് 16 റുപ്യ അല്ലേ? ഓ അത്ര വരുന്നുള്ളൂ. നമ്മൾ സാംസങ്ങിൻ്റെ അല്ലേ? സാംസങ്ങിൻ്റെ ഇതിനിപ്പോൾ എത്ര റേറ്റ്? 58 ഇത് നല്ല ബോക്സ് പീസാണല്ലേ? ഇത് ബോക്സ് പീസ് നിങ്ങളെ ഷോപ്പിൻ്റെ വാറൻറ്റി ഇല്ലാത്ത വാറൻറ്റി ഉണ്ടാവും? ഷോപ്പ് വാറൻറ്റി ഗൾഫ് പീസാണല്ലേ? ഇനിയിപ്പോൾ ഇതിന് റേറ്റ് എത്ര പറയുന്നത്? 38 58 ഇതിന് വരുന്നത്. അതേമാതിരി ഇവിടെ കാണുന്ന ഗൂഗിളിൻ്റെ അല്ലേ? ഗൂഗിൾ പിക്സലിൻ്റെ മോഡൽ. നീറ്റ് പീസ് ഇത് യൂസറാണ്. ഇപ്പോൾ യൂസറാണല്ലേ? 6500 7000 റുപ്യ ആ റേഞ്ചിലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ 8 സംതിങ് അല്ലേ? 8 റുപ്യ. അതേമാതിരി വേറെ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ പിക്സലിൻ്റെ ആണ്. ഇത് അപ്പുറത്ത് കാണുന്നത് ഐഫോണിൻ്റെ ആണ്. ഐഫോൺ 7 ഇത് രണ്ടും ഒരേ മോഡൽ തന്നെയല്ലേ? 8 7 പ്ലസ്. പിന്നെ ആ റിയൽമി അങ്ങനെ വന്നിട്ടുള്ളത് എത്ര? റേറ്റ് എത്ര ആണ്? 9000. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഇഷ്ടമുള്ളത്. നിങ്ങൾക്ക് ടാബല്ലേ? ഇപ്പം ടാബില്ലേ? ടാബ് കേട്ടോ. ഇവരെ നമ്പർ ഞാൻ താഴെ കൊടുക്കണ്ടോ? ഇത് നോക്കി മാത്രം വിളിക്കുക കേട്ടോ. ഉണ്ടോ? ഓ ഇതിനെത്ര റേറ്റ് ഉണ്ട്? 5 റുപ്യാണ്. ഇതിന് ശേഷം 4500 ഓഫർ ഇട്ട് കൊടുക്കാല്ലേ? പിന്നെ ഇവിടെ ഒക്കെ ഐഫോണിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്.
നല്ല ബോസ് പീസ്. ഇതിപ്പം യൂസറല്ലേ ലൈറ്റ് യൂസർ. ഇതിനൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? 14 Pro 65 റുപ്യ. അതിൻ്റെ അപ്പുറത്തുള്ള 14+, 48, 42, 11 Pro Max 28 അല്ലേ? ബോക്സ് പീസ് ആണല്ലേ? ആ 11 Pro. ആ ഡിസ്പ്ലേക്ക് ചെറിയ ലൈന് കാര്യങ്ങളൊക്കെ ഉണ്ട്. വില കുറച്ച് തരാൻ പറ്റൂലേ? ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിൽ ഒരുപാട് വന്നിട്ടില്ലേ? ഇപ്പോൾ ആൻഡ്രോയിഡിൽ സ്റ്റാർട്ടിങ് എത്ര വന്നിട്ടുള്ളത്? 5000 രൂപ അല്ലേ? അത് 4G ആണോ 5G ആണോ? 4G ആണല്ലേ? അതിപ്പോൾ ഏതാണ്? റെഡ്മിൻ്റെ ആണ്. ഇത് 5000 രൂപ അല്ലേ? 4500 കൊടുക്കാൻ പറ്റും. നാർസോ അതെ. പിന്നെ 11 15 രൂപ അല്ലേ? ആ ബാക്ക് ഗ്ലാസ്സിന് ചെറിയൊരു പൊട്ട് ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ചെണ്ടോ ഇവിടെ ചെറിയൊരു പൊട്ട് കാര്യങ്ങൾ ഒടിയുണ്ട്. അതിനാണ് കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. പിന്നെ സാംസങ് ഉണ്ട്, വിവോ ഉണ്ട്, റിയൽമി ഉണ്ട്, റെഡ്മി ഉണ്ട്, മോട്ടറോള്, പോക്കോ, അങ്ങനെ എല്ലാത്തിൻ്റെ കമ്പനിയും വന്നിട്ടുണ്ട് കേട്ടോ. കേട്ടോ ഈ കോഹിനൂർ മാളിൻ്റെ ഉള്ളിലേക്ക് കയറി ഫസ്റ്റത്തെ ഷോപ്പ് തന്നെ ഉണ്ട് ഈ ഒരു ഷോപ്പ് വരുന്നത്. പിന്നെ ഇവിടെയുള്ള ഫുള്ള് യൂസർ അല്ല ഫ്രഷ് മൊബൈൽസ് ആണല്ലോ വെച്ചിട്ടുള്ളത്. ലൈറ്റ് യൂസ് ഉണ്ട്. ഇതിനൊക്കെ കാണാൻ സ്റ്റാർട്ട് ചെയ്യണേ 33,500. ഈ റിയൽമി നാർസോ അങ്ങനെ തന്നെ 12,500 അല്ലേ? 35. ഈ മോട്ടറോളിൻ്റെ അങ്ങനെ 20. നമ്മൾ തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് K1 പറഞ്ഞൊരു മൊബൈൽ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരുപാട് യൂസർ മൊബൈൽസ് വെച്ചിട്ടുണ്ട്. ഐഫോൺ ഉണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ ആൻഡ്രോയിഡിൽ സ്റ്റാർട്ടിങ് അങ്ങനെ വന്നിട്ടുള്ളത്? ആൻഡ്രോയിഡിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സംതിങ്ങിൻ്റെ ഉണ്ട്. 3 സംതിങ്ങില്ലേ? ഇപ്പോൾ 3 സംതിങ്ങിൻ്റെ ഇപ്പോൾ ഏതാ കമ്പനി? ഓണറിൻ്റെ ഫോണാണ് 3 സംതിങ്ങിന് വന്നിട്ടുണ്ട്. റെഡ്മി ഉണ്ട്. ഇതിന് എത്ര റേറ്റ്? റെഡ്മി 3 സംതിങ് തന്നെ ഉണ്ട്. അതിനും സാംസങ് ഇത് സാംസങ് മോഡൽ ഏതാ? M30 4800 അല്ലേ? നല്ല പിങ്കറോട് കൂടിയുള്ള കളി. ഓപ്പോൻ്റെ 2800 അല്ലേ കേട്ടോ? ഐഫോൺ 7 ഇല്ലേ? ഐഫോൺ 7 ബാക്ക് ഇങ്ങനെ സ്റ്റിക്കറോട് കൂടിയുള്ള മോഡൽ ഉണ്ടോ? ഇതിന് എത്ര റേറ്റ് തന്നെ? 5,600 വരുന്നുള്ളൂ. ഈ ഐഫോണിനൊക്കെ ഇറങ്ങാനായിട്ട് 128 ഇല്ലേ? അടുത്ത മോഡൽ ഏതാ? ഇവിടെ തന്നെ ഐഫോൺ കണ്ടല്ലേ? ലെവൻ ഇല്ലേ? ഐഫോൺ 11 എത്ര വരുന്നത്? 20,800 അല്ലേ? പിന്നെ എക്സസ് ഉണ്ട്. എക്സസ് മാക്സ് 12 Pro 13 ഇതിനൊക്കെ റേറ്റ് എങ്ങനെ പറഞ്ഞേ? ഇത് 30 സംതിങ് വരുന്നുണ്ട്. 13 12 Pro ഇത് 30 സംതിങ് അല്ലേ? ഇത് 20 സംതിങ്. 20 ചില്ലറ. ഇത് 18 സംതിങ്. 18 സംതിങ്. ഏകദേശം 20,000 ഇടയിൽ. ഈ ഐക്യു എങ്ങനെ വന്നിട്ടുള്ളൂ? ഐക്യു ഒക്കെ നമുക്ക് ഏകദേശം 10 സംതിങ് 10 സംതിങ് വരുന്നുണ്ടല്ലേ? 5G സെറ്റ് കിട്ടോ. പിന്നെ വിവോൻ്റെ ആണെങ്കിലോ? 5G പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മോഡലൊക്കെ 5G പറഞ്ഞു തന്നെയാണ്. 6 സംതിങ് 76 ആ പോക്കോൻ്റെ അല്ലേ? എത്ര 6 സംതിങ് അല്ലേ? 6 സംതിങ് 7,000 ഉള്ളിലോട്ട് 5G കിട്ടുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് 5G ആണ് വിവോൻ്റെ. ഇത് 5G ആണല്ലോ ഇപ്പം? ഇത് 5G ആണ്. ഇതിൻ്റെ റേറ്റ് എത്ര? 700. ഈ മോഡൽ ഇതൊക്കെ 5G ഉണ്ട്. റിയൽമിൻ്റെ ഉണ്ട്, വിവോൻ്റെ, അതേമാതിരി ഓപ്പോൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് സാംസങ് ആണ് അവിടെ കാണുന്നത്. ഇതിന് എത്ര റേറ്റ്? 7,500 അല്ലേ?
ഈ സാംസങ്ങിന് എത്ര റേറ്റ് ആണ്? സാംസങ്ങിന് നമുക്ക് അതിനെ ഒരു 6 സംതിങ് 7 സംതിങ് ആണ്. 6 സംതിങ് 7 സംതിങ്. പിന്നെ ലെനോവൻ്റെ ഉണ്ട്, സാംസങ്, റെഡ്മി. ഇതാണല്ലോ ഇപ്പോൾ മോഡൽ പറഞ്ഞാൽ. ഇതാണ്ട് മോഡൽ പറഞ്ഞാൽ 6 സംതിങ്ങിനുള്ള മോഡൽ. പിന്നെ എവിടെ നിന്ന് എടുക്കുന്ന ഫോണ് ചെക്കിങ് വാറൻറ്റിക്ക് നിങ്ങൾ കൊടുക്കില്ലേ? ചെക്കിങ് വാറൻറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പിന്നെ ഈ ഒരു സാംസങ്ങിന് എത്ര വന്നിട്ടുണ്ട്? ഈ ഒരു സാംസങ്ങിന് 7500 അല്ലേ? ഇത് ഏതാണ് സെറ്റ്? വിവോ റിയൽമി അല്ലേ? 6 സംതിങ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഈ സാംസങ് ഏതാ? ഈ സാംസങ് 5G 7800. അതേമാതിരി നാർസോൻ്റെ ഒക്കെ 6 സംതിങ്. നാർസോൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ 6 സംതിങ് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഇങ്ങനെ പുതിയതായിട്ട് പോയി ഇറക്കിയിട്ടുണ്ട് കണ്ടോ. ഒരുപാടുണ്ട് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് വേണമെങ്കിൽ ഇവരെ നമ്പറിലേക്ക് വിളിച്ചാണ്ട് വേണ്ടവരൊന്ന് കോൺടാക്ട് ചെയ്ത് വിളിക്കും. സൾടെക് പറഞ്ഞൊരു മൊബൈൽ ഷോപ്പിലേക്ക് എത്തിക്കാണ്ട്. ഇവിടെ ഒരുപാട് മൊബൈൽ ഫോണുകളും ഉണ്ട്, അത് മൊബൈൽ ആക്സസറീസുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് മൊബൈൽ ഫോണിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ യൂസർ മൊബൈൽസ് ആണ് എന്തായാലും ഫുള്ളല്ലേ? യൂസിനാണല്ലേ, ലൈറ്റ് യൂസിനാണല്ലേ? ഇപ്പം എല്ലാ കമ്പനിയുടെ ഫോണുകൾ ഏകദേശം വന്നിട്ട് ഐഫോൺ ഉണ്ട്. ഇപ്പോൾ ഈ ഓപ്പോൻ്റെ അല്ലേ? ഓപ്പോൻ്റെ ഇതാണ് 5500 അല്ലേ? 5500 വരുന്ന സെറ്റ് ഉണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ സെറ്റ് പറഞ്ഞാൽ സാംസങ് ഉണ്ട് അല്ലേ? ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 5500 ആ റേഞ്ച് വരുന്നുള്ളൂ. വിവോ 7000. ഇതാണ്ട് വിവോൻ്റെ ഫോൺ പറഞ്ഞാൽ 6GB RAM 128GB. ഇത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ചെക്കിംഗ് വാറൻറ്റി അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കും? ഒരാഴ്ചത്തെ ചെക്കിംഗ് വാറൻറ്റി ഇല്ലേ? പിന്നെ വേറെ ഏത് വന്നിട്ടുള്ളത്? മോട്ടറോളോ 5G ഫോണാണല്ലേ? 8500 വരുള്ളൂ കേട്ടോ ഇതിന് കണ്ടോ. പിന്നെ ഇവിടെ ഈ സാംസങ് നമ്മൾ നേരത്തെ എടുത്ത് എത്ര? 8500 500 അല്ലേ? 8500 വരുന്നുണ്ട്. 5G ഫോണാണല്ലേ? പിന്നെ ഈ പോക്കോ അങ്ങനെയാണ് 5G ഫോണാണല്ലേ? ഇതിൻ്റെ റേറ്റ് എത്ര? 8000 രൂപ. ഈ വൺ പ്ലസോ? ഉണ്ട് 10500 അല്ലേ? 10500 വരുന്നുള്ളൂ അല്ലേ ഇതിന്? പിന്നെ റെഡ്മി വരുന്നുണ്ട്, അതായത് ഓപ്പോ വരുന്നുണ്ട്, അങ്ങനെ എല്ലാം വന്നിട്ടുണ്ട്. ഇതിന് ഒരു 5500 വരുന്നുള്ളൂ. ഇത് 5G ആണ്. അപ്പോൾ 4G ആണല്ലേ? പിന്നെ ഈ ഓപ്പോക്കോ എട്ട് 8500. റെഡ്മിൻ്റെ പുതിയ ഇറങ്ങിയ മോഡലാണ്. ഇത് റെഡ്മി 13 ആണ്. അപ്പോൾ ലൈറ്റ് യൂസറാണല്ലേ? പിന്നെ വേറെ ഒരുപാട് മൊബൈൽസ് ഉണ്ട് കേട്ടോ. ഓപ്പോ വരുന്നുണ്ട്. എഡ്ജ് ഫോണാണല്ലോ ഇപ്പോൾ ഇത്? 15500. പിന്നെ വേറെ ഒരുപാട് മൊബൈൽസുകളുണ്ട്. റിയൽമിൻ്റെ ഉണ്ട്, റെഡ്മിൻ്റെ ഉണ്ട്, ഓപ്പോൻ്റെ ഉണ്ട്. ഇതിനൊക്കെ ഏകദേശം എത്ര റേറ്റ് ഉണ്ട്? 5500 ആ റേഞ്ചിൽ വരില്ലേ? പിന്നെ ഇതോ? റിയൽമി 6500 അല്ലേ? പിന്നെ നാർസോ വരുന്നുണ്ട്. നാർസോക്കൊക്കെ എത്ര ഏകദേശം റേറ്റ് തന്നെ? 5G ഫോണാണല്ലേ? 9 രൂപക്ക് വരുള്ളൂ. LED ഡിസ്പ്ലേ ആണല്ലേ? പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സെറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. MIൻ്റെ ഒക്കെ ഫോണുണ്ട്. ഈ വിവോൻ്റെ ഒക്കെ ആണ് തന്നെ? 6500 ആണ് വരുന്നുള്ളൂ അല്ലേ? ഇതോ നാർസോ? 60. അതിൻ്റെ തൊട്ടടുത്തുള്ള പോക്കോൻ്റെ എങ്ങനെയാണ്? പോക്കോൻ്റെ 5G 8000 രൂപ.
8,000 രൂപ അല്ലേ. പിന്നെ അത് നോക്കുകയാണെങ്കിൽ ഇവിടെ ആക്സസറീസുകളുണ്ട്. ലാമിനേഷൻ പേപ്പർ ഉണ്ട്. ലാമിനേഷൻ മൊബൈൽ ലാമിനേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഏത് ഡിസൈൻ വേണമെങ്കിൽ ചെയ്ത് തരുമല്ലേ മൊബൈലുമ്പോൾ? പൗച്ചൊക്കെയാണ് സ്റ്റാർട്ടിങ് പൗച്ച് ഒരു 50 രൂപ മുതലുണ്ട്. 50 രൂപ മുതലുണ്ടല്ലേ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രിൻറ്റിങ്ങെല്ലാം ഇങ്ങനെയുള്ള പൗച്ച് കാര്യങ്ങൾ. പിന്നെ ഏത് മൊബൈൽസ് വേണമെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഷോപ്പിൻ്റെ പേര്. പിന്നെ നമ്പർ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെ ഷോപ്പിനുണ്ട്. ഇവിടെ ഒരുപാട് വെച്ചിട്ടുണ്ടല്ലേ. ഇതെല്ലാം സെയിലിങ്, ഇതൊക്കെ സെയിലിനുള്ള മൊബൈൽസാണ്. ഇതെല്ലാം ഉണ്ടല്ലോ ഒരുപാട് നോക്കുകയാണെങ്കിൽ. ഇതിൻ്റെയൊക്കെ റേറ്റ് ഇപ്പോൾ അങ്ങനെ എവിടെയാണ് സ്റ്റാർട്ടിങ്? ഇതിൽ 5000 മുതലുണ്ട്. 4000, 4500 അങ്ങനെ മുതൽ. അങ്ങനെ ഉണ്ടല്ലേ. ഇതിലൊക്കെ ഫ്രഷ് മൊബൈൽസ് വരുന്നുണ്ട് ഇപ്പോൾ. ബോസ് മൊബൈലും ഉണ്ട്. ഇത് ജസ്റ്റ് യൂസ്ഡ് ആവും. 2 മാസം 3 മാസം. ഇവിടുത്തെ ഏകദേശം റേറ്റ് ഒന്ന് പറഞ്ഞു തരാം. ഫുള്ളില്ലെങ്കിൽ കുറച്ച് ഒരു 1.5 മണിക്കൂർ കൊടുക്കും വർക്ക്. എങ്ങനെ വന്നിട്ടുള്ളൂ ഇപ്പം? 8GB 256GB. ഏതാണ്? ഓപ്പോൻ്റെ F23 5G അല്ലേ? 11,500 വരും. പിന്നെ ഇത് നമ്മൾ നേരത്തെ അവിടെ കണ്ട മോഡൽ ഇതിന് അതേ റേറ്റ് തന്നെയാണോ? അതേ റേറ്റ് തന്നെയാണല്ലോ എന്നിട്ടുള്ളത്. ഉണ്ടോ? അത്യാവശ്യം നല്ല നീറ്റ് ഫോണുകളാണ്. നല്ല ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം നല്ല അടിപൊളിയാണ്. നല്ല ഫിനിഷിങ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്താണ്ട് എടുക്കുകയും ചെയ്യാം. നല്ല ചെക്കിങ് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്.